ചിന്തിക്കേണ്ട എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്നലെ നമ്മുടെ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നമ്മുടെ ജൂണോ നമ്മുടെ സൈക്കിളിൻ്റെ പിന്നാലെ ഓടി വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ജൂണോനെ ഒരു ട്രയൽ ഡ്രോഗ് അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് ട്രാക്കിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു ട്രെയിനിങ് നമ്മൾ ജൂണോന് കൊടുക്കാൻ പോവാണ്. ട്രെയിനിങ് കൊടുക്കുന്നത് പ്രൊഫഷണൽ ആയിട്ട് ഡോഗ് ട്രെയിനിങ് അറിയാത്ത, അതുപോലെ തന്നെ ഒരു പിടിയും അതിനെക്കുറിച്ച് അറിയാത്ത വീഡിയോസ് മാത്രം കണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. അത് ഞാൻ തന്നെയാണ്, ജോയൽ ജോഷി തന്നെയാണ്. ഞാൻ തന്നെയാണ് ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നത്. എനിക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ആരംഭിച്ചപ്പോൾ മുതൽ നമ്മൾ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് മൗണ്ടൻ ബൈക്കിംഗ്. കുറേ സ്ഥലങ്ങളിൽ പോയി ഓഫ് റോഡ് ചെയ്യണം, അർബൻ ഫ്രീ റൈഡ് ചെയ്യണം, അങ്ങനെ കുറേ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് വഴിതിരിഞ്ഞ് വന്നതാണ് ഈ കാശ്മീർ യാത്ര, ഓരോരോ ബൈക്ക് പാക്കിംഗ് ട്രിപ്പുകളും അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളെല്ലാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫസ്റ്റ് ലവ് എപ്പോഴും ആ സൈക്ലിംഗ്, മൗണ്ടൻ ബൈക്കിംഗ്, അതുപോലെ തന്നെ ഓരോ ട്രയൽസ് കണ്ടുപിടിച്ച് ആ വഴി കൂടെ പോവുക, അങ്ങനത്തെ ഇതുകളൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ഫസ്റ്റ് ലവ്. പക്ഷേ വഴിതിരിഞ്ഞ് ഓരോ സ്ഥലങ്ങളിലേക്ക് പോയാലും അവസാനം എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ആ ഓഫ് റോഡിങ് സ്ഥലത്ത് തന്നെ എത്തും. അതുകൊണ്ട് നമ്മുടെ സൈക്കിള് മാരൻ്റെ സെൻക്യൂട്ടിൻ 1 ഗൈസ്, ഇത് നമ്മുടെ ബൈക്കാണ്. ഈ ബൈക്കും കൊണ്ട് നമ്മൾ നമ്മുടെ ജൂണോനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആണ് നമ്മുടെ ജൂണോ വരുന്നത് കേട്ടോ. നമ്മുടെ ഒരു ബീഗിൾ പപ്പിയാണ്, 1 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള. ഏതാ ആ ഈ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ നിർത്തി കേട്ടോ. നോക്കി അപ്പുറത്തേക്ക് വലിയൊരു കുഴിയാണ് കേട്ടോ, വലിയൊരു കുഴിയാണ്. സോ പേടിയായോ ജൂണോന്? സോ നമ്മൾ ഇവനെയാണ് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പോണത്. നമ്മുടെ സൈക്കിളിൻ്റെ ഒപ്പം തന്നെ പിന്നാലെ നമ്മുടെ ഒപ്പം വരണം. കാരണം ഇന്നലെ ഞാൻ അതാ ഒരു സ്വപ്നം കണ്ടുപോയിട്ട്, അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ തന്നെ. ഇവനരയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇങ്ങനൊരു വികൃതി കുട്ടനുണ്ടെങ്കിൽ അത് നമ്മുടെ ജൂണോ ആയിരിക്കും കേട്ടോ. എൻജിൻ ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓഫ് ചെയ്തേ. ഇപ്പം എൻജിൻ ഓഫ് ആയിട്ടാ, അല്ലെങ്കിൽ എൻജിൻ ഓൺ ആയിക്കൊണ്ടിരിക്കും. കേട്ടാ, ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ചേട്ടൻ വ്ളോഗ് ചെയ്യല്ലേ. ഇപ്പം എൻജിൻ ഓഫാണ്. ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. പിന്നെ ഇവിടെ നിർത്തണം, എന്നാലാണ് ഓഫ് ആവുള്ളൂ. സോ ഇവനെ ലീഷും കാര്യങ്ങളൊന്നും ലീഷും കാര്യങ്ങളൊന്നും ഇടാതെ ലീഷും കാര്യങ്ങളൊന്നും ഇടാതെ തന്നെ നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഗൈസ്. നമ്മൾ ഓഫ് റോഡ് ട്രാക്കിൽ പോകുമ്പോൾ ഇനി ഇവനെയും കൊണ്ടുകൂട്ടാം. അങ്ങാണ്ട് നിൽക്ക്, പേടിക്കാണ്ട് നിൽക്ക്. സോ ഇവനെയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പേര് ജൂണോ, ബീഗിൾ പപ്പി, 1 വയസ്സ് പ്രായം. ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പപ്പിയുടെ ഇത് എടുക്കുന്നുണ്ട് കേട്ടോ. സോ ഇതാണ് അവൻ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റ്. ഈ ബിസ്ക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ത്യാഗം വേണമെങ്കിലും ചെയ്യും കേട്ടോ. എന്നാ ഗുഡ് ബൈ ആയിട്ട് കഴിച്ചേ. എന്നാ സെറ്റ് ഡൗൺ. ഇത് മാത്രം പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഗുഡ് ബൈ. നിനക്ക് എന്താ തോന്നണേ? പിന്നാലെ വരുമോ? വരുമോ? അപ്പോൾ ഓക്കെ. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. നീ ആണ് ഞങ്ങളുടെ സെക്യൂരിറ്റി. ഇത് എങ്ങടെയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ പിടിക്കണം. നിനക്കുള്ള ഇതാണ്, ആയുധമാണിത്. ഇത് കെട്ടിട്ട് പിടിക്കണം. ആൾക്കാർ വരെ പെട്ടെന്ന് നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങാൻ പോവാ. ഹൈവേയിലേക്ക് ഇറങ്ങുന്നില്ല, പക്ഷെ റോട്ടിലേക്ക് ഇറങ്ങാൻ പോവാ. നമ്മുടെ റോട്ട് തന്നെ. ഓക്കെ. സോ ഫസ്റ്റ് നമ്മുടെ അർബൻ ഫ്രീ റൈഡ് സ്റ്റാർട്ട് ചെയ്യണോ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ആദ്യത്തെ ട്രയല്. ഓക്കെ. നമ്മൾ ബൈക്ക് എടുത്ത് ഇങ്ങോട്ടേക്ക് വയ്ക്കുന്നുണ്ട്. എടാ നീ ഇപ്പോൾ തൽക്കാലം അവിടെ തന്നെ നിൽക്കണം കേട്ടോ. എന്നിട്ട് അവൻ വരുന്നുണ്ടോ, അവൻ്റെ രീതികൾ എന്താണെന്ന് നീ വാച്ച് ചെയ്യണം. ഓക്കെ. സോ നമ്മൾ ഇവിടുന്ന് നേരെ അർബൻ ഫ്രീ റൈഡ് ഇറങ്ങണം. ജൂണോ നോ കം ഇവിടുന്ന് ഇറങ്ങാൻ പോകണം കേട്ടോ. യെസ്, ഗുഡ് ബോയ്. പാത്രം ഇരിക്കണം, അത് കുഴപ്പമില്ലല്ലോ. ജൂണോ റെഡി. മാന്തൽ കഴിഞ്ഞില്ലേ ഇതിൻ്റെ? കൃത്യ സമയത്ത് തന്നെ മാന്തൽ തുടങ്ങിയോളൂ കേട്ടോ. ആൾക്കാർ എന്നിട്ട് വിചാരിക്കുക നമ്മുടെ കുടുംബത്തിൻ്റെ മാനെന്താ, മാന്തണ വീട്ടിൽ കല്യാണം നടക്കുമോ? ജൂണോ കം. യെസ്, go. Yes, go. Come. Yes, come. Yeah, good boy. Go. Come. പിന്നാലെ വരില്ല. Yes, come. Yes, good boy. Come. Yes. Yes. Come. Yes, come. Yeah, good boy. Yeah. Good boy. ഫസ്റ്റ് സെക്ഷൻ മിഷൻ സക്സസ്ഫുൾ. പ്രത്യേകിച്ച് ഒരു
ഡിസ്ട്രാക്ഷൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. സോ ഫസ്റ്റ് ഇത് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ്. യെസ് യെസ്, ഡിസ്ട്രാക്ഷൻസ് ഒന്നിലേക്കും പോരുത്. ഫോക്കസ് ഓൺ ജൂണോ. എന്തിലാ ഫോക്കസ് ചെയ്യണ്ടേ? സൈക്കിളിൽ കേട്ടോ. ഗുഡ് ബോയ് ഗുഡ് ബോയ്. എടാ നീ ആ അൻസേജിയുടെ വീടിൻ്റെ സൈഡിൽ നിൽക്ക്. ഗൈസ് ഇനി കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ആയിട്ട് ചെയ്യാൻ പോകണ്ട. ജൂണോ നോ 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 കം 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 കം. ഡിസ്ട്രാക്ഷൻസ് ആയിട്ട് ചെയ്യാൻ പോവാണ്. 1 2 3 ഗോ. യെസ് യെസ് യെസ്, ഗുഡ് ബോയ് ഗുഡ് ബോയ്. കം കം കം. യെസ് യെസ് യെസ്, കം കം ജൂണോ. നോ 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 കം 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 കം. യെസ് 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 യെസ്, ഗുഡ് ബോയ് good boy 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 yeah good boy good boy. നിന്നെ കണ്ടപ്പോൾ നിന്റെ അടുത്തേക്ക് വന്നു, നിന്റെ അടുത്തേക്ക് വന്നു. പക്ഷേ അടുത്ത ലാസ്റ്റ് നമ്മളിവിടെ ഇതിന്റെ വീഡിയോ ഉണ്ട് കേട്ടോ. ലാസ്റ്റ് പക്ഷെ നിന്റെ അടുത്തേക്ക് ഓടി വന്നെങ്കിലും ഞാൻ വിളിച്ച കാരണം കണ്ടിന്യൂസ്ലി നമ്മുടെ ഒപ്പം വന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഡിസ്ട്രാക്ഷൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്, ഇപ്പൊ ട്രെയിൻ ചെയ്യേണ്ടത്. അതാണ് ആ ഡിസ്ട്രാക്ഷൻസ് ആണ് കേട്ടോ. അതാണ് പണി വരുന്നത്. പക്ഷെ നമുക്ക് ആ ഡിസ്ട്രാക്ഷൻസ് ക്ലിയർ ചെയ്യണം. നീ ഒന്നുകൂടി പോയോ. സോ ആദ്യത്തെ ഇതായിട്ട് ശരിയായിട്ടുണ്ട് കേട്ടോ. ജൂണ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ്. ജൂണ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കണം കേട്ടോ. ഞാൻ ജൂണോനെ ലീഷ് ഇടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ലീഷ് ഇടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തില്ലേ, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തതിലേക്ക് പോവാം കേട്ടോ. എന്നിട്ട് അനിയനെ വീണ്ടും നടുവിൽ നിർത്തും. അനിയനെ വീണ്ടും നടുവിൽ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഡിസ്ട്രാക്ഷൻസ് കൊടുത്തിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യിക്കും കേട്ടോ. അല്ലെങ്കിൽ അവൻ അടുത്തത് ഒരു ട്രിപ്പ് ലൈക്ക് ചെറിയൊരു ട്രയൽ പോലെ ഇതിനെ പുറത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ട് കേട്ടോ, ഓഫ് റോഡിങ് പ്രോപ്പർ ട്രാക്കിലേക്ക്. സോ ഒപ്പം വരണം. അതാണ് എൻ്റെ ലക്ഷ്യം വരുന്നത്. ഇവിടെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് ആൾ ഒപ്പം വരുന്നുണ്ട്. പക്ഷേ അനിയനൊരു ഡിസ്ട്രാക്ഷൻ ആക്കി നിർത്തിയിട്ട് നമ്മൾ ചെയ്യാൻ പോകട്ടെ. നീ ഒരു കാര്യം ചെയ്യണം. ഈ വീട് കണ്ട, ഈ വീടിൻ്റെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൽ നിൽക്കണം, ഈ ഇതിലിരിക്കണം. നീ ഇതിലിരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് നീ എന്ത് ചെയ്യണം? നോ 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 നോ. ഗുഡ് ബോയ്. പോയില്ല. ലീഷ് ഞാൻ ലൂസാ പിടിച്ചിട്ടുണ്ടായിരുന്നേ, പോയിട്ടില്ല കേട്ടാ. സോ നീ ഇവിടെ ഇരിക്കണം. നീ ഇവിടെ ഇരുന്നിട്ട് റോഡിൻ്റെ സൈഡിൽ നിന്നിട്ടാ, നിൻ്റെ സൈഡിൽ കൂടെ ഞാൻ പോവും. നിൻ്റെ സൈഡിൽ കൂടെ ഞാൻ പോവും. അവിടെ നിന്ന് ആ റോട്ടിൽ നിന്ന് ഈ റോഡ് വരെ ഞാൻ സാധാരണ നോർമൽ ഇതായിട്ട് പോവും. പക്ഷേ ഡിസ്ട്രാക്റ്റ് ആവാണ്ട് പോണതേ. ഇപ്പോൾ നമ്മുടെ അലക്സ് മോൻ വരുന്നുണ്ട് കേട്ടോ. നോ 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 നോ. കണ്ട, ആൾക്കാർ കൂടുമ്പോൾ എങ്ങനെയാണെന്നാണ് അറിയാത്തത്. പക്ഷേ അതിന് നമുക്ക് ആൾക്കാർ വേണം. ജൂണോ നോ നോ നോ. ഓക്കെ, നീ ഇവിടെ തൽക്കാലം ഇവിടെ നിൽക്ക്. ഞാൻ അനിയനെ അവിടെ നിർത്തിയിട്ടുണ്ട്. ജൂണോനെ ലീഷ് ഞാൻ ഇവിടെ നിന്ന് ഊരാൻ പോകണ്ട. ഞാൻ ലീഷും കൊണ്ടാണ് വന്നത് കേട്ടോ. സോ ഞാൻ ജൂണോനെ ഇവിടെ ലീഷും കൊണ്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഞാൻ സൈക്കിളുമേ അനിയനെ അവിടെ ഡിസ്ട്രാക്ഷൻ ആയിട്ട് ഇടാം. നീ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിയോളൂ കേട്ടോ. എന്തായാലും ഒരു ആകർഷണം കാട്ടിയോളോ. സോ ജൂണോനെ ഇവിടെ നിന്ന് ഒപ്പം വിടാൻ പോകാൻ കേട്ടോ. സോ അനിയനായിട്ട് തൽക്കാലം ഡിസ്ട്രാക്ഷൻ ഫസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കാം. നോ 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 നോ. ജൂണോ കം കം കം. സോ ലീഷ് ഇവിടെ വെച്ചിട്ടുണ്ട്. കം കം കം. യെസ് 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 യെസ്. ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ്. Come, 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 Juna, come, come, come. Yes, yes, yes. Yeah, good boy, good boy, good boy. Good boy, da. Yes, 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 good boy, good boy, good boy. Come, 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 Juna, come, come, come. Juna, yes, good boy. Come, come, Juna, na. Yes, yes, na. അവന് എല്ല് കിട്ടിയിട്ടാ. എല്ല് കിട്ടിയ കാരണം ജൂണ,
ജൂണോ എന്നാ അടുത്ത സ്റ്റേജ്. ജൂണോന് കുറച്ച് വെള്ളം കൊടുത്തു. സൈക്കിള് അനിയനാണ് കേട്ടോ, അനിയനാണ് ഓടിക്കണത്. എന്താ പ്ലാൻ എന്നറിയോ? നീ പറഞ്ഞത് നീ ഓടിക്കും. നീ ഓടിച്ചിട്ട് ആ അറ്റത്തുനിന്ന് ഞാനും ജൂണോനും നീ ഇരുന്ന സ്ഥലല്ലേ, നീ ഇരുന്ന സ്ഥലത്ത് ഇവിടെ ഇരിക്കും. ഞാൻ ലീഷ് പിടിക്കില്ല, നിർബന്ധമാക്കി പിടിക്കില്ല, അതിനെ സ്മൂത്താക്കി വിടും കേട്ടോ. ആ എന്നുവെച്ചാൽ നീ ഡിസ്ട്രാക്ഷൻ നമ്പർ 2. നീ ഇവിടെ അതെന്റെ അടുത്തേക്ക് വരുമല്ലോ, അതെന്റെ അടുത്തേക്ക് വരും. നിന്റെ അടുത്തേക്ക് വന്ന പോലെ നിന്റെ അടുത്തേക്ക് വരും. അതുപോലെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, ഇവനെ ഡിസ്ട്രാക്ഷൻ പഠിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നീ എന്നെ പോലെ വേറൊരു സൈക്കിളും ചവിട്ടി ഒരാൾ ഇങ്ങനെ പോയി വിചാരിക്കും, അവൻ്റെ ഒപ്പം പോയാലോ? അത് കുഴപ്പമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വല്ലവരുടെ ഒപ്പം പോവില്ലേ? ആ ഇപ്പൊ ഞാൻ പറയണത് നീ അവിടെ നിന്ന് പോവാ, അവിടെ നിന്ന് വരാം. ഞാനും ജൂണോനും ഇവിടെ ഇരിക്കും. ഞാനും ജൂണോനും ഇവിടെ ഇരിക്കും. ആ ജൂണോ ഇങ്ങോട്ട് വാ, കം കം കം. ഞാനും ജൂണോനും ഞങ്ങളിവിടെ കമ്പനി അടിച്ച് ഞങ്ങളിവിടെ ഇരിക്കും. ലീഷൊന്നും പിടിക്കില്ല, ഞാൻ വെറുതെ ഇങ്ങനെ കൈയൊന്നും വയ്ക്കാം. പക്ഷെ അവൻ പോകണ്ടോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. ജൂണോ നോ നോ സെറ്റ് സെറ്റ് നിൽക്കടാ, സെറ്റ് സെറ്റ് ഇവിടെ ഇരുന്നേ. യെസ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ്. ഞാനാണ് നിനക്ക് ചോറ് തരുന്നത് കേട്ടോ, എൻ്റെ അടുത്ത് മാത്രം നിന്നാൽ മതി. സെറ്റ് സെറ്റ്. ആ ഗുഡ് ബോയ്. ആ വാ. ഗുഡ് ബോയ്. സെറ്റ് സെറ്റ് സെറ്റ്. ജൂണോ നോ 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 ദ പട്ടി. മിഷൻ ഫെയിൽഡ്. അവൻ്റെ ഒപ്പം പോയിട്ടാ. ഇനി വേറെ വല്ലവരെ കൊണ്ട് ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് കേട്ടോ. അവൻ പോയി അതിൻ്റെ ഒപ്പം, സൈക്കിളിൻ്റെ ഒപ്പം. അവൻ ആ മൂവ്മെൻ്റാണ് ശ്രദ്ധിക്കണേ കേട്ടോ, അല്ലാണ്ട് ആളെയല്ല. മൂവ്മെൻ്റ് അവൻ ശ്രദ്ധിക്കണേ. അവൻ മൂവ്മെൻ്റ് സൈക്കിൾ ഓടിപ്പോണു, അതിൻ്റെ പിന്നാലെ ഓടിപ്പോണു, അത്രേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, വേറെ എന്നിട്ട് ചെയ്യാൻ നീ ഫ്രെഡിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ നോക്കിയാലോ. പക്ഷെ സൈക്കിൾ അനങ്ങി കഴിഞ്ഞാൽ ഞാൻ പോവും. ആരായാലും നിന്റെ ഒപ്പം വരുമെന്ന് അറിയാനാ, എൻ്റെ അടുത്തേക്ക് ഓടി വരുമെന്നുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് പരിപാടി. ആ നീ ഇരുന്ന സെയിം സ്ഥലത്ത് ഞാനിരിക്കും. പക്ഷെ ഏത് ജൂണോ എൻ്റെ അടുത്ത് വരുന്നോ? ഓടില്ലാന്നോണോ അറിയില്ല. നീ ഒരു കാര്യം ചെയ്യ്, നമുക്ക് നോക്കാം. നീ ഒരു കാര്യം ചെയ്യ്, ജൂണോനെയും കൊണ്ട് ആ സ്പോട്ടിലേക്ക് പോവാ. ആ ലീഷ് നീ പോക്കറ്റിൽ വയ്ക്കുക, എന്നിട്ട് അവിടെ നിന്ന് ഓടി വരാം സൈക്കിളും കൊണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? ഞാനിവിടെ ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് ഞാനിവിടെ ഇരിക്കാം. അപ്പോൾ നിന്റെ അടുത്തേക്ക് വന്ന പോലെ തന്നെയാണ് എൻ്റെ അടുത്തേക്ക് വരണേന്ന് നോക്കാം. എനിക്ക് തോന്നണത് അവൻ എൻ്റെ അടുത്തേക്ക് തന്നെ വരുന്ന തോന്നണേ കേട്ടോ. ആ നോക്കാം. സോ സൂക്ഷിച്ചു കൊണ്ടോട്ടോ. നീ ഹാൻഡിൽമേ പിടിക്കല്ലോ, ഒരു കൈ ഹാൻഡിൽമേ, പട്ടി വേദന എടുക്കുവതിന്. ആ അവിടെ എത്തിയിട്ട് കേട്ടോ. ഇപ്പോൾ ഹനിയൻ ജൂണോനെ അവിടെ ആ ഏറ്റവും അറ്റത്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ലീഷ് ഊരിയിട്ട് നീ പോക്കറ്റിൽ വെച്ചോ, ലീഷ് ഊരിയിട്ട് പോക്കറ്റിൽ വയ്ക്ക്, അല്ലെങ്കിൽ മടക്കിയിട്ട് ചുരുട്ടിയിട്ട് കയ്യിൽ പിടിക്കുക. എന്നിട്ട് നീ സൈക്കിൾ ഓടിയിട്ട് ഇങ്ങോട്ട് വരാം. ആ ഫുള്ള് ഊരുക, ലീഷ് ഊര്. ആ ഞാനിവിടെ ഇരിക്കും. എൻ്റെ അടുത്തേക്കാണോ? ഇല്ലടാ എടാ, വീട്ടിലേക്കാ പോണ്ടേ? അവൻ വീട്ടിലേക്കുള്ള വഴി അറിയുള്ളോ, വീട്ടിലേക്കുള്ള വഴി അറിയുള്ളോ. ജൂണോനോ ദൈവേ, നിനക്ക് ഇത്ര നേരം ട്രെയിനിങ് തന്ന എന്തിനാ? എന്തിനാ? നോ 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 ഇടുവോ? നോ 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 ഗുഡ് ബോയ്. നോ ഡാ ജൂണോ ദൈവേ. നോ 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 ഏതാ? നോ ജൂണോ നോ നോ നോ. ഇതെട് അടി വേണോ? ഗൈസ് പണി പാളിയുന്നുണ്ട് കേട്ടോ, പണി പാളിയുന്നുണ്ട്. എടാ ജൂണോ നോ ഗുഡ് ബോയ്. ജൂണോ നമ്മൾ ആക്ച്വലി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാനും ഡാഡിയും നീയും ജൂണോനും ആയിട്ട് നമ്മുടെ ലൊക്കേഷൻ ഓഫ് റോഡ് ചെയ്യുന്ന ലൊക്കേഷനിൽ പോയിട്ട് ചെയ്യാനായിരുന്നു കേട്ടോ. അങ്ങനെ എങ്ങാനും ചെയ്ത് നോക്കിയിരുന്നെങ്കിൽ കുടുങ്ങിയാനെ.
അരണ്യ പാമ്പ് എന്തേലും ഒരു ഇത് പോയാ എന്റെ പൊന്നെ അങ്ങനെ ട്രെയിൻ ചെയ്ത് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വട്ടം ഈ വീഡിയോന് പകരം ഇതേ സെയിം സാധനം ഞങ്ങൾ ചെയ്യണത് വേറൊരു സ്റ്റേറ്റിലായിരുന്നു ആയിരുന്നേനെ. നമ്മൾ ഓഫ് റോഡ് ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എങ്ങാനാണെങ്കിൽ അത് എനിക്ക് മനസ്സിൽ തോന്നി ആദ്യം ഇവിടെ ഒന്ന് ചെയ്ത് നോക്കി. ഞാനതിനെ വിചാരിച്ച ഇവിടെ ചെയ്ത് നോക്കിയതിന് ശേഷം ജിഫിന്റെ നമ്പർ ഞാൻ ഇടാ. സോ ഞാൻ അതാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് പെട്ടുപോയാ ശരിക്കും പെട്ടുപോയാനാ കേട്ടാ. സോ എന്തായാലും വേറെ പ്രത്യേകിച്ച് ഇതുകളും കാര്യങ്ങളൊന്നും ഇതില്ല. നമ്മൾ സൈക്കിൾ മൂവ്മെന്റ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്കൻ ഓടും. അത് എന്ത് മൂവ്മെന്റ് ആണെങ്കിലും. പക്ഷെ നമ്മുടെ ഇത് മാത്രമേ തോന്നുന്നു കേട്ടോ, നമ്മുടെ മൂവ്മെന്റ് മാത്രമാണ് തോന്നുന്നുണ്ട്. ഒന്നും പോവാത്ത കാരണം നമുക്ക് അറിയില്ല കേട്ടാ. എന്റെ ഇന്നലത്തെ അർബൻ ഫ്രീ റൈഡിൽ കിട്ടിയ ഒരു ഐഡിയ ആണ്. എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. നമുക്കൊരു പപ്പി ഉണ്ടല്ലോ ഇപ്പോൾ, ട്രെയിൻ ചെയ്ത് നോക്കിയാലോ എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലാണ്ട് ചെയ്തതാണ്. നമ്മൾ യൂട്യൂബ് വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണക്കാരായ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നത് കണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആയിട്ട് ചെയ്തതാട്ടോ ഇങ്ങനത്തെ ഒരു സംഭവം. സോ സൂപ്പർ എക്സൈറ്റഡ് ഗൈസ്, ഇതൊന്ന് കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാ. സോ ലെറ്റ്സ് ഗോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജൂണോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ.